ആദ്യത്തെ ക്ലിക്കോട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി വീണ്ടും ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ സുഭാഷ് വന്ന് പറയുന്നുണ്ട്, രാവിലെ എല്ലാവരും കാപ്പി കുടിക്ക് എന്നൊക്കെ വിളിച്ചിട്ട് പറയുക, ഇനി നിധി പോകണ്ട, ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടായല്ലോ, ഇതിനി നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, എനിക്ക് പോകണം, എന്തായാലും അവരിങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹരീഷ് പറയുക, നിധി പോട്ടെ, അവൾ ഓഫീസിൽ പോകണം, അവൾ സ്വന്തം കാലിൽ നിൽക്കണം, അത് ജീവിച്ചോട്ടെ, നമ്മളിനി ആർക്കും തടസ്സം നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുഭാഷ് അതിശയത്തോടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹത്തോടെ ഹരീഷിനെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് നിധി ഇങ്ങനെ നോക്കി നിൽക്കുക. ഇത് കേട്ട് ഹരീഷ് പറയുക, ഇപ്പം എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു സുധീഷന്, നല്ല സപ്പോർട്ടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി ചിരിക്കുന്നു. ശരിയാ, എനിക്കാണെങ്കിൽ പോകണം, ഏതോ ഒരാളെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വീട്ടിൽ തന്നെ. എന്തായാലും അവന് കിട്ടേണ്ടത് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. കേസിന് വന്നപ്പോഴത്തേക്കും പോലും നമ്മൾ വിട്ടുകൊടുത്തോ? നമ്മളാണെങ്കിൽ ഇവിടെ സത്യമേ ജയിക്കുകയുള്ളൂ. നമ്മളെ നീതി ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് നിധി പറയുന്നുണ്ട്. ഹരീഷ് പറയുക, അത് ശരി തന്നെ, ആ സമയത്ത് എല്ലാവരും കൂടെ നല്ല സപ്പോർട്ടായിരുന്നു. എന്നാലും ആ സുനന്ദ ചേച്ചി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മായിയാണെങ്കിൽ പറഞ്ഞപ്പോൾ തന്നെ ഉടനെ വലിച്ചുകൊണ്ട് പോയ കണ്ടില്ലേ വീട്ടിലോട്ട്. ഈ നല്ല അടിയേറ്റ കൊടുത്ത് കാണും. പണ്ടത്തെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. അതുമാത്രമല്ല, ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ? എല്ലാ വീട്ടിലും നമ്മളെ ഇവിടുത്തെ കുറ്റങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആ അമ്മായിയും വലിയച്ഛനും കൂടെ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കുടുംബ വഴക്കിൻ്റെ കാര്യമെല്ലാം. പക്ഷേ നമ്മളെ എത്രത്തോളം ചീത്തയായിട്ട് പറഞ്ഞോ ആ നാവ് കൊണ്ട് എല്ലാവരും മുമ്പ് വെച്ച് സുനന്ദ ചേച്ചി നല്ലത് പറഞ്ഞില്ലേ, അതൊരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഹരീഷ്. ആ സമയത്ത് സുഭാഷിൻ്റെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, അത് വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, നീതു. ഈ സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമെന്ന് വിചാരിച്ചില്ല. നീതുവിൻ്റെ ചേട്ടന് നല്ല അടി ഞങ്ങൾ കൊടുത്തതാ, നല്ല രീതിയിൽ താക്കീതും കൊടുത്തതാ. പക്ഷേ എന്ത് ചെയ്യാനാ, അവനും നന്നാവൂല. അവനും വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ, ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കും, ഭീഷണിയുണ്ടെന്നൊക്കെ പറഞ്ഞ്, അത്രയേ ഉള്ളൂ അവനും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് സുധീഷ് പറയുക, പിന്നെ വേറൊരു കാര്യമുണ്ട്, അച്ഛനാണെങ്കിൽ നല്ലതുപോലെ അവനെ അടി കൊടുത്തത് കൊണ്ട് തന്നെയാണ് നാട്ടുകാർ പറയുകയെ, ഓരോ തരത്തിലും മക്കളെപ്പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ എന്ന്. പക്ഷേ നമ്മളാരെയും ഇതുവരെ അങ്ങനെയൊന്നും പറയാൻ പോയിട്ടില്ലല്ലോ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഈ സമയത്ത് നിധി അങ്ങനെ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്നുണ്ട്. കൂടെ ആരും വരണ്ടെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് പോകുന്ന വഴിക്ക് ഓഫീസിലെ ഫ്രണ്ട് വഴിയിൽ നിൽപ്പുണ്ടായിരുന്നു, എന്നത്തെ പോലെ കാത്ത്. ഇത് പക്ഷേ നിധിക്ക് ഇഷ്ടമല്ല. എന്നും വന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോണതും അതുപോലെ അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നതും ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വിളിച്ചപ്പോഴത്തേക്കും ഇന്ന് ഞാൻ വരുന്നില്ല, എനിക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ടേ ഞാൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കും നിധി പറയുക, വീണ്ടും ഇനി ശല്യം ചെയ്യരുത് നിങ്ങൾ, കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഇനി ഞാനാണെങ്കിൽ എന്നെ വീട്ടിലേക്ക് വരികയോ ഒന്നും ചെയ്യരുത്. ആവപ്പാടെ കൂടുതൽ പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ പ്രശ്നം കൂടെ എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെ എന്തോ ദേഷ്യത്തോടെ പോകും പോലെ കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് നിധിയാണെങ്കിൽ സുഭാഷിനെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓഫീസിൽ പോകുന്ന വഴിക്ക് എന്നെ ശല്യം ചെയ്യുന്ന ഒരാളെക്കുറിച്ച്, ഇന്നും വന്നിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു എന്നെ ഇനി ശല്യം ചെയ്യില്ലെന്ന്. ആ നല്ലതാ മോളെ അങ്ങനെ പറഞ്ഞതെന്ന് സുഭാഷ് പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. അങ്ങനെ ഈ കാര്യം സുധീഷിൻ്റെ അടുത്തും പറയുന്നുണ്ട് സുഭാഷ്. അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്താണ് നിധി വീണ്ടും ഓഫീസിലേക്കും തിരിച്ചു വരുന്നുണ്ട്. വരുന്ന വഴിക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ വകയാണ് കേട്ടോ ഇന്നത്തെ ചിലവ്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ, ഇന്നലെയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ പറഞ്ഞവർക്ക് നല്ലതായി തക്കതായി മറുപടി പറഞ്ഞ ദിവസമല്ലേ, അതിനെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഒരു അനുഭവം എനിക്ക് ആദ്യം, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് ചിലവ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും എടുത്ത് കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി കയറി പോവുക. ആ സമയത്ത് സുധീഷ് പറയുക, കണ്ടോ അവളുടെ സ്നേഹം, ഇത് ആരും കണ്ടില്ലെന്ന് നടിക്കരുത്. അപ്പോഴത്തേക്കും പറയുക ഭാസ്കരൻ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി,
ഇന്നലെ അവൾ പറഞ്ഞ ഓരോ വാക്കും എനിക്കത് മറക്കാൻ പറ്റില്ല. ഈ വീട്ടിലെ യഥാർത്ഥ മരുമകൾ അവൾ തന്നെയാണ്, അത് ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോഴത്തേക്ക് സുധീഷ് പറയുക, അത് ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയത്, അല്ലെങ്കിൽ ഈ വീട് എങ്ങനെയായിരുന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്, അതിന് നിന്നെ ഞാൻ സമ്മതിക്കണം എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും തമാശ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു നികേഷിൻ്റെ അടുത്ത്. അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഹരീഷ് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ ഇത് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുധീഷ്. അത് വീട്ടിലാണെങ്കിൽ ഇവിടെ വന്നതിന് നല്ല പ്രശ്നം ഉണ്ടാക്കി, അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ഒരുപാട് അടിയും കൊടുത്തു, അവൾക്ക് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും സുധീഷ് പറയാ, നീ പിന്നെ എന്താ വിളിക്കാതെ തിരിച്ച് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക, ഇപ്പം എന്താണെന്ന്. അങ്ങനെ ഹരീഷ് നീതുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരണം, വിളിക്കാൻ മറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് നീതു ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷിൻ്റെ അടുത്ത് ഹരീഷ് പറയുക, നിങ്ങൾക്കും അറിയാവോ, ഇവിടെ ഞങ്ങളൊരു പ്രശ്നം വന്നപ്പോൾ ഓടി വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോഴും എനിക്ക് എന്തോന്നില്ലാത്ത മനസ്സിൻ്റെ ഒരു സന്തോഷവും അവളെടുത്ത് സ്നേഹവും ഇത്തിരി കൂടിയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുക, അതെനിക്ക് മനസ്സിലായി, നിൻ്റെ ഈ സംസാരം കണ്ടപ്പം അങ്ങനെ ആയിരിക്കണം, പക്ഷേ ഇനിയും കൂടുതലൊരു കാമുകനെ പോലെ ആവണമെങ്കിൽ നീ എന്നെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹരീഷ് പറയുക, ഒരു മാസമായിട്ട് ഞങ്ങളാണെങ്കിൽ ഇഷ്ടമാണെന്ന് എൻ്റെ ബേക്കിൽ നിന്ന് അവൾ നടന്നിട്ട് ഇത്രയും ദിവസം നടന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ കുറേ മാസം കൊണ്ട് നിധി ചേച്ചിയെടുത്ത് പ്രേമം പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹരീഷിൻ്റെ അടുത്ത് സുധീഷ് പറയുക, നിനക്കല്ലെങ്കിലും എന്നെ ഒരു വിലയും ഇല്ലല്ലോ, നിനക്കിപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോഴത്തേക്കും നീതു മതി എന്നൊക്കെ പറഞ്ഞിരിക്കുക. അത് ശരി തന്നെയാണ്, നീതുവാണെങ്കിൽ നിധി ചേച്ചിയെപ്പോലെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ആൾക്കാരെ പോലെ എനിക്ക് തോന്നി, അതിൽ ഒരാളാണ് നീതു. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ അവളെടുത്ത് ഇഷ്ടം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയാം, ആ എങ്ങനെയെങ്കിലും നിൻ്റെ കല്യാണം കൂടെ നടന്നു, ഇനി ആ സുഭാഷേട്ടൻ്റെ കൂടെ ഒരു പെണ്ണിനെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, നമുക്ക് ചാന്ദിനി ഉണ്ടല്ലോ, നമുക്ക് ചാന്ദിനിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജോലി സ്ഥലത്ത് വെച്ച് എന്തൊക്കെയോ ബഹളം നടന്നെന്നൊക്കെ പറഞ്ഞത്, അത് ഹിന്ദി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് സുഭാഷേട്ടനൊന്നും മനസ്സിലാവുകയില്ല, സുഭാഷ് ഏട്ടൻ പറയണത് അവൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അതൊക്കെ ഇനി മനസ്സിലാക്കി വരുന്നതുമ്പോഴത്തേക്കും അവർ തമ്മിൽ പ്രേമത്തിലാവും എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹരീഷ് പറയാം, അത് ശരി തന്നെയാണ്, അവർ കാര്യം പറയുമ്പം തന്നെ ചേട്ടനാണെങ്കിൽ മാറിപ്പോവുക. അതുപോലെ തന്നെ സുനന്ദയുടെ കാര്യം, സുനന്ദ ആ സമയത്ത് അവിടെ വന്നതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ജയിച്ചു, പോലീസ് ആണെങ്കിൽ കേസെടുക്കാതെ വെറുതെ വിടുകയും ചെയ്തില്ലേ, അതിനൊക്കെ ഇവർ സമ്മതിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ ആ സമയത്ത് പുറത്തിറങ്ങുന്നുണ്ട്. എന്താ ആരും ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ നിധി പുറത്തിറങ്ങിയത്? ഇല്ല, എനിക്കാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും അവിടെ അച്ഛനാണെങ്കിൽ പറഞ്ഞു നാളെ ഇങ്ങോട്ട് വരുമെന്ന്. എന്താണെന്നറിയില്ല, ഇപ്പോഴാണ് വിളിച്ചത്, അതുകൊണ്ട് എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് നാളെ ഇവിടെ കാണുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്. അത് ഇവിടെ കാണുമല്ലോ, വരട്ടെ, എന്ത് കാര്യത്തിന് നമുക്കറിയാലോ, അതോ ഇനി മോളേന് കൂട്ടിക്കൊണ്ട് പോകാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഭാഷ്. അറിയില്ല, ഇവിടുത്തെ കാര്യം അറിഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു, പക്ഷേ ഇതെന്തിനാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തൊരു ഉദ്ദേശത്തോടെ വരുന്നതെന്ന് എന്ന് നിധി പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്. ഇത് കേട്ടത് സുധീഷ് പറയുക, ഇവരൊക്കെ വരുന്നത് സൂക്ഷിക്കണം, എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരാ എന്നൊക്കെ പറയുന്നത്. അപ്പോഴും ആ സമയം നിധി പറയുക, എൻ്റെ അച്ഛനെക്കുറിച്ച് ആയിരിക്കും ഇതൊക്കെ പറയുന്നതെന്ന് ഓർമ്മ വേണം, അച്ഛനാണെങ്കിൽ ഒരു കല്യാണം കൊണ്ടുവന്നതിൻ്റെ ഇതിൽ മാത്രമേ എനിക്ക് വൈരാഗ്യമുള്ളൂ, അല്ലാതെ എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ പൊന്നുപോലെ നോക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഈ അവസ്ഥയിൽ ഇന്നിവിടെ നിൽക്കുന്നതിന് കാരണവും ഒരു കാര്യത്തിൽ ഞാൻ തന്നെയാണ് അതിന് കാരണവും. അത് ആ സൂര്യയുടെ കല്യാണ ആലോചന വന്നത് കൊണ്ടല്ലേ, അതല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടോ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നുള്ളൂ. പക്ഷേ എന്ത് കാര്യം എന്നറിയില്ല, അമ്മ കൂടെ വരുമെന്നാണ് പറഞ്ഞിരുന്ന അച്ഛൻ,
വീടൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണാൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നാളെ ഇവിടെ കാണണമെന്ന് നിധി പറയുന്നുണ്ട്. ഇത് കേട്ട് ഭാസ്കരൻ പറയുക, ആ ശരി, എങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ടെല്ലാം വാങ്ങിച്ച് വെക്കാം കഴിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്.